ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. 17ാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നാളെ. പാർലമെന്റ് മന്ദിരത്തിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് വോട്ടെടുപ്പ്. NDA സ്ഥാനാർത്ഥിയായി മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനും INDA സ്ഥാനാർത്ഥിയായി സുപ്രീംകോടതി മുൻ ജഡ്ജി B സുദർശൻ റെഡ്ഡിയുമാണ് മത്സരരംഗത്ത്. വോട്ടെണ്ണൽ വൈകുന്നേരം 6 മണിക്ക് ആരംഭിക്കും. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ. വൈകിയുള്ള റിട്ടേൺ സമർപ്പണത്തിന് പിഴ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്തിന്റെ വളർച്ച, സാമ്പത്തിക സുരക്ഷ എന്നിവയെ ഇത് ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തോടനുബന്ധിച്ച് സാക്ഷരതാ വകുപ്പ് ന്യൂഡൽഹിയിൽ ഇന്ന് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. സാക്ഷരത അന്തസ്സിനും ശാക്തീകരണത്തിനും സ്വാശ്രയത്വത്തിനും ഉള്ള മാർഗമാണെന്ന് പരിപാടിയിൽ വെർച്വലായി പങ്കെടുത്തുകൊണ്ട് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അഭിപ്രായപ്പെട്ടു. ഉത്തരവാദിത്തമുള്ള ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിൽ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലെ വിദ്യാലയങ്ങൾ സുപ്രധാന പങ്ക് വഹിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഡൽഹിയിൽ പറഞ്ഞു. ആത്മാർത്ഥതയോടെ ലക്ഷ്യങ്ങൾ പിന്തുടരാനും ദേശീയ അഭിമാനബോധം ഉയർത്തിപ്പിടിക്കാനും വിദ്യാർത്ഥികളോട് ശ്രീ സിംഗ് ആഹ്വാനം ചെയ്തു. പാലക്കാട് സ്മാർട്ട് സിറ്റിയുടെ വികസന സാധ്യതകൾ വിലയിരുത്തുന്ന വ്യവസായ ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കഞ്ചിക്കോട് മേഖലയിലെ വ്യവസായ സ്ഥാപനങ്ങൾക്കും സംരംഭകർക്കും സ്മാർട്ട് സിറ്റി പദ്ധതിയെക്കുറിച്ച് അവബോധം നൽകാൻ ലക്ഷ്യമിട്ടാണ് ഉച്ചകോടി സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ ആദ്യ സമഗ്ര നഗരനയം രൂപീകരിക്കുന്നതിനുള്ള കേരള അർബൻ കോൺക്ലേവ് ഈ മാസം 12-13 തീയതികളിൽ കൊച്ചിയിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടർ മുഖ്യാതിഥിയാകും. ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേളയ്ക്കായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. നാളെ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. A-B ബാച്ചുകളിലായി 51 പള്ളിയോടങ്ങൾ മേളയിൽ പങ്കെടുക്കും. ജലലഭ്യത ഉറപ്പാക്കാൻ മൂഴിയാർ ഡാമിന്റെ ഗേറ്റുകൾ തുറക്കേണ്ട സാഹചര്യമുണ്ടായാൽ കാക്കാട്ടാറിന്റെ ഇരുകരകളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പുലികളിയുടെ ആവേശത്തിമിർപ്പിൽ തൃശൂർ നഗരം. ഓണാഘോഷത്തിന് സമാപനം കുറിക്കുന്ന പുലികളിക്കായി 9 ദേശങ്ങളാണ് ഇക്കുറി നിരത്തിലിറങ്ങിയത്. ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്ര നാളെ തലസ്ഥാന നഗരിയിൽ നടക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഘോഷയാത്രയോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. നഗരപരിധിയിലെ സംസ്ഥാന സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും നാളെ ഉച്ചയ്ക്ക് ശേഷം അവധി നൽകിയിട്ടുണ്ട്. നഗരസഭാ പരിധിയിലെ എല്ലാ സ്കൂളുകൾക്കും നാളെ അവധിയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. മലപ്പുറം സ്വദേശിനി ശോഭനയാണ് മരിച്ചത്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് കഴിഞ്ഞ 2 മാസങ്ങളിൽ 5 പേരാണ് മരിച്ചത്. ഇടുക്കി മണിയാറൻകുടിയിൽ വീട്ടിലെ പ്രസവത്തിനിടെ നവജാത ശിശു മരിച്ചു. പാസ്റ്ററായി ജോലി ചെയ്യുന്ന ജോൺസന്റെയും ബിജിയുടെയും കുഞ്ഞാണ് മരിച്ചത്. പോലീസും ആരോഗ്യവകുപ്പും ഇടപെട്ട് അമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇടുക്കി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഒക്ടോബർ വരെ അവസരമെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടിക വീണ്ടും പുതുക്കുന്നതിനുള്ള തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ലെന്നും കമ്മീഷൻ അറിയിച്ചു. ഭവന നിർമ്മാണത്തിന് ധനസഹായം അനുവദിക്കുന്നതിനായി ട്രാൻസ്ജെൻഡർ വ്യക്തികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 20 അപേക്ഷ നൽകാനുള്ള അവസാന തീയതി. ഭവന പദ്ധതികളിൽ ഗുണഭോക്താക്കളായ വ്യക്തികൾക്ക് പരമാവധി 2 ലക്ഷം രൂപ ഗ്യാപ് ഫണ്ടായി അനുവദിക്കും. സംസ്ഥാനത്തെ 6 സ്ട്രോക്ക് സെന്ററുകളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലെ ജനറൽ ആശുപത്രികളും കൊല്ലം, പാലക്കാട് ജില്ലാ ആശുപത്രികളുമാണ് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2025 മികച്ച അധ്യാപകനുള്ള സംസ്ഥാനതല അവാർഡുകൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു. ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, സെക്കൻഡറി വിഭാഗങ്ങളിൽ 5 അധ്യാപകരെ വീതവും, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 4 അധ്യാപകരെയും, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 3 അധ്യാപകരെയുമാണ് അവാർഡിന് തെരഞ്ഞെടുത്തത്. പരിശീലനം പൂർത്തിയാക്കിയ 31 സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് മലപ്പുറം MSP ഗ്രൌണ്ടിൽ നടന്നു. പരേഡിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അഭിവാദ്യം സ്വീകരിച്ചു. കണ്ണൂർ മട്ടന്നൂരിനടുത്ത് എളന്നൂരിൽ പുഴയിൽ കാണാതായ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിനി ഇർഫാനയുടെ മൃതദേഹമാണ് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിനടുത്ത് കണ്ടെത്തിയത്. സംസ്ഥാന കർഷക കടാശ്വാസ കമ്മീഷൻ ഇടുക്കിയിലെ കർഷകർക്കായി ഈ മാസം 16 മുതൽ 3 ദിവസത്തെ സിറ്റിംഗ് നടത്തും. ഇടുക്കി ചെറുതോണിയിലുള്ള ജില്ലാ വ്യാപാര ഭവനിൽ വെച്ചാണ് സിറ്റിംഗ്. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തും കോർപ്പറേഷനും ചേർന്ന് സംഘടിപ്പിച്ച മിനി ജോബ് ഫെയർ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. 70-ലധികം കമ്പനികളാണ് തൊഴിൽമേളയിൽ പങ്കെടുത്തത്.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.